സൗണ്ട് ഇല്ലേ ഇതിന്? നിങ്ങക്കൊക്കെ സൗണ്ട് ഉണ്ടോ? എനിക്ക് മാത്രം എന്താ ഇല്ലാത്ത? മൈക്ക് മാറി കിടക്കുമായിരിക്കും. ഇപ്പൊ സൗണ്ട് ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? Any more questions? கடவுள் இருக்காரா இல்லையா? கடவுள் இருந்தா யார்? പക്ഷെ മാസ്റ്ററിന് ചേരുന്നുണ്ട് കേട്ടോ. എന്റെ സത്യം പറഞ്ഞാൽ മാസ്റ്ററിന് ഗെയിമിംഗ് ഫീൽഡിലൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരങ്കിണി നാടകം ഉണ്ടല്ലോ, നാടകം തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നാടകത്തെ മാസ്റ്ററിനെ അഭിനയിക്കാൻ പോനെ. അതുകൊണ്ട് മാസ്റ്ററിന് ചേരുന്നുണ്ടല്ലേ കൃഷ്ണനായിട്ട്. അതുകൊണ്ട് മാസ്റ്ററിന് അഭിനയിക്കാൻ ഒരു ഇതൊക്കെ ഉണ്ട്, വശമൊക്കെ ഉണ്ട് കേസ്. ഞാൻ ഇനി എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. സ്ട്രീമിംഗ് പോട്ടെ, RP എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നെങ്കിൽ ഇവൻ വാർക്കപ്പണിക്കും എല്ലാം പോകണ്ടവനാണ്. മനസ്സിലായോ? അതിന് പോകാനുള്ള കഴിവുണ്ടോന്ന് പറയാം. അതിന് പോകാൻ പ്രത്യേകിച്ച് നല്ല കഴിവും അധ്വാനവും കാണാം. ഇവൻ എന്തിനു പോയേനെ? +2 വരെ പോലും പഠിച്ചിട്ടില്ല. ഇവൻ എന്തിനു പോയേനെ? ഇവൻ അങ്ങനെ ഒരു ഇപ്പൊ RP എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു ഇവൻ തൂങ്ങിച്ചത്തേനെ. ഇവൻ ഒരു സംശയമില്ല. അതൊക്കെ സ്കില്ല് വേണ്ടുന്ന ജോലികളാണ്. അതൊക്കെ സ്കില്ല് വേണ്ട ജോലികളാണ്. മനസ്സിലായ? വായ്ത്താളം വെച്ചിട്ട് ചെയ്യാം. കഴിഞ്ഞിട്ട് അണ്ണനെ പറയുന്നുണ്ട്, വേറെ വീഡിയോ ഉണ്ട്. എന്താ കൊതുകോലിട്ടിരിക്കണ? ഇതെവിടെ കിട്ടും? എത്ര രൂപ ഇതിന്? എത്ര കാശാവും? ഇതിന്? ഇതിന് ലിങ്ക് ഉണ്ടോ? ഇതാരിട്ടത്? എനിക്കിതുപോലെ മൗസിനും കീബോർഡിനും പ്രത്യേകിച്ച് 2 വേണം. അയ്യോ, ഫ്യൂച്ചർ കേരള. ആ അവസ്ഥയായി ഇപ്പൊ കാര്യങ്ങളൊക്കെ. പെമ്പിള്ളേർക്ക് ഫ്രീ ടിക്കറ്റ് ആണെന്ന്. നീ ഇടയ്ക്ക് ബസ്സെല്ലാം പോയോടാ സൈഡാസെ? ഞാനാണല്ലേ എന്ത് തോന്നിയാ ബ്രോ പറയണേ? ട്രാൻസ്ജെൻഡേഴ്സിലുണ്ട് കേട്ടാ. ഇരിക്കുന്നല്ലേ ഫ്രീ ആയിട്ട് കിട്ടിയില്ലടാ നിക്കോളെ കള്ളക്കട. അയ്യോ, എന്തൊക്കെ തരം ആൾക്കാര് ദൈവമേ. നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ചാക്കിൽ കെട്ടിയ നിലയിൽ അഴുകിയ ഒരു മനുഷ്യ ശരീരവും കൂടി ലഭിച്ചു എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മോർച്ചറിയിൽ ചത്തളിഞ്ഞു കിടക്കുന്ന നിന്റെ മോനെ വേണേ കൂടവാ കത്തിക്കാനെങ്കിലും തന്നുവിടാടാ. ആ ആനക്കുട്ടിക്ക് വേണ്ടി ഏതൊറ്റക്കൊമ്പം വന്നാലും. എടാ എനിക്ക് അറിഞ്ഞൂടാ, ഈ BGM എന്തിലിട്ടാലും ഭയങ്കര സിങ്ക അല്ലെ? എന്തോ നമ്മൾ അത്യാവശ്യം മാസ് കണ്ട എല്ലാ മാസോ അല്ലെങ്കിൽ കുറച്ച് ഇമോഷൻസ് ആയിട്ടുള്ള എന്ത് സീനിലിട്ടാലും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര സിങ്ക്. ഇതൊരു ഭയങ്കര ചില സാധനങ്ങൾ വേറെ ഒന്നിലും ഇട്ടാൽ ചേരൂല. ഇത് എന്തിലിട്ടാലും അടിപൊളിയാ. ചെറുക്കനെ നീ കൊന്നതാന്ന് ഞാൻ വരുത്തു. കൂടെ നീ വന്നില്ലേ? സകല വ്യാളി പിള്ളേർക്കും കൈപ്പണിക്കുള്ള ചരക്കായി നിന്റെ മോളെ ഞാൻ മാറ്റും. പക്ഷെ ഞാൻ വേറെ കാര്യം പറയണ, പുള്ളി എന്ത് കിടില നാച്ചുറൽ ആക്ടിങ് ആയിരുന്നല്ലേ ഇങ്ങേര്. ഭയങ്കര അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പുള്ളിയുടെ ഒരു എന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും ഈ വില്ലന് ഭയങ്കര ഫാൻ ബേസ് ആയി. അത് കഴിഞ്ഞ ഭയങ്കര ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മറ്റേ വില്ലനാണെന്നുള്ള മറ്റേ ദേഷ്യവും ഇതൊന്നും മുഖത്ത് കാണിക്കണ്ട. ഭയങ്കര കൂളായിട്ട് പുള്ളി ഒരു കിടില നെഗറ്റീവ് കഥാപാത്രത്തെ പ്രസന്റ് ചെയ്തിട്ടൊക്കെ പോയി. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും.
എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ മറ്റേ വീട് കാട് കയറിയുന്നു. ഓ ഈ സീനുണ്ടല്ലോ എന്റെ അമ്മോ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കൊറേ ഞാൻ ലൈവ് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാമത്തെ കാര്യം ഞാൻ ലാലേട്ടൻ ഫാനാണ്. എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു ലാലേട്ടൻ ഉണ്ടായിരുന്നു, മുണ്ടൊക്കെ കൊടുത്ത് പിന്നെ ഇങ്ങനത്തെ ഒരു അപ്പിയറൻസ്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഞാൻ ഈ ഫിലിം കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ പോയി തരുൺമൂർത്തിക്ക് മെസ്സേജ് അയച്ചു, താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നതിന് ഇതാക്കിയെന്ന്. പുള്ളി റിപ്ലൈ ഒക്കെ തന്നായിരുന്നു. എന്നുവെച്ചാൽ ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് മറ്റേ പുള്ളി മറ്റേ 100 പേരെ അടിക്കുന്നതിനകത്തൊക്കെ കാളും എനിക്കിപ്പം ദൃശ്യം ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ലാലേട്ടൻ ചെയ്ത് കാണുന്നതാണ് എനിക്ക് ഇഷ്ടം. സത്യമായിട്ടും നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു ഇത് പറഞ്ഞതാ. എനിക്ക് ഇവര് മമ്മൂക്ക ആണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും ഒക്കെ ഇനി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് കാണുന്നതിലാണ് സന്തോഷം. എന്താ എന്റെ കല്യാണത്തിന് കോമാളിനെ കളിക്കണം. ആറ്റിനെ കണ്ടത് സോറ്റിനെ കണ്ടത് ഞാനാ നീങ്ക. അപ്പനും മോനും കേട്ടോ പെഗ്ഗിനൊക്കെ അടി. വി മിസ് ദിസ് കോംബോ TKRP പീക്ക്. ഹലോ 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 വാവച്ചി ചേട്ടായി എവിടെണ്ട്? ഓ തൊലി ഉരിഞ്ഞെ ബാബജിയേ ഞാൻ ജയിലിൽ പുറത്തിറങ്ങി മുതുക്കിലോട്ട് പോന്നു. ജയിലിൽ എന്ത് പറ്റി? അത് ധീരത, എന്റെ ധീരത കാരണം പോലീസൊക്കെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്ത് തീരുന്ന ഷോപ്പ് റോബറി പിടിച്ചല്ലേ? ആ വെടിവെക്കാൻ ഒരു നേരെ ഒന്ന് പിടിച്ചു. ഇവിടെ ഇവന്മാരെല്ലാം വെള്ളം അടിച്ച് ആകെ നാശമായി അലമ്പ് കാണിക്കണം ഇവിടെ. ഏട്ടായി കുടിച്ചോ? ഞാൻ കുടിക്കുവോ ആവശ്യേ? എനിക്ക് എന്തെങ്കിലും ഒരു ദുശീലം ഉണ്ടോ? അതാ എനിക്കുള്ള ആകെ ഒരു ദുശീലം എന്താണെന്നറിയോ? എന്താ ഇത് AI ആണോ? ഇത് ഞാൻ ശരിക്കും ചെയ്തിട്ടുണ്ടോ? ഇത് AI ആണെന്നാ തോന്നുന്നത്. എന്തൊക്കെയാ നടക്കണ ഇതെല്ലാം AI ആ. ഇൻഫിനിറ്റ് ആയിട്ട് വാവച്ചി സ്നേഹിക്കുന്നത്. എനിക്ക് അറിയത്തില്ല. എനിക്കിപ്പോ ഭയങ്കര സന്തോഷം, റൊമാൻസ് ഒക്കെ പെട്ടെന്ന് വരും. എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ആകെയുള്ള അഡിക്ഷൻ അതാണ്. അഡിക്ഷനും ദുശീലം ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് അത് തന്നെയാ. ഇതവരെ തിരിച്ചു വേണോ? ടിക്കറ്റ് അവരെയൊക്കെ. എല്ലാവർക്കും ഒരു സൂപ്പർ ഹീറോ മൊമെന്റ് ഉണ്ട്. എൻ്റെ ചേട്ടൻ്റെ സൂപ്പർ പവർ ഞാൻ തിരിച്ചറിഞ്ഞ മൊമെന്റ് ആയിരുന്നു ഇത്. ചേട്ടൻ്റെ കണ്ണിൻ്റെ ഒരു പവറേ! ഈ പെരുമഴയത്ത് ഇത്ര ഈസി ആൻഡ് സിമ്പിളായിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ ചേട്ടനൊരു പ്രോ ഡ്രൈവർ തന്നെ. പുല്ല് ഒരു വകയും കാണാനും വയ്യ. റോഡ് ഏതാ വീട് ഏതാന്നൊരു പിടുത്തവും ഇല്ല. പട്ടണത് വരെ പോവാം. എന്താ അത്? KSRTC ആയിരുന്നു. ഞാൻ കരുതി അർജന്റീനയുടെ കൊടിയാരാ വിരിച്ചിട്ടിരിക്കുകയാണെന്ന്. ഇപ്പൊ കൊണ്ട് കയറ്റിയ. അത് ശരിയല്ലേ? മറ്റേ വെള്ള KSRTC അർജന്റീന കൊടി ഒരുപോലല്ലേ ഇരിക്കണേ? എന്തൊക്കെ കേക്കാം. ഇങ്ങനൊരു വണ്ടി ഞാൻ കണ്ടില്ലല്ലേ. ഇവനൊക്കെ എവിടുന്ന് പൊട്ടിമുളച്ച് പറഞ്ഞത്? എന്റെ പൊന്നു വണ്ടി എനിക്കൊരു മണ്ണും പിണ്ണാക്കും കണ്ടുകൂടാ. ഒരു മിഥ്യാധാരണ. ഇപ്പൊ മഴയത്ത് വണ്ടി ഞാൻ പറഞ്ഞില്ല അന്ന് വീട്ടിൽ നിന്നപ്പം KSCBക്കാരനെതിരെ ഒരു വമ്പൻ, എന്റെ ഒരു സമയം വെച്ചിട്ട് ഒരു 5 കേസാണ് ഞാൻ ഒഴിവാക്കിയത്. വണ്ടി വളവിൽ വന്ന് കണ്ണ് ഏതാ ഇന്ന് റോഡൊന്നും തിരിച്ചറിയ പോലും ഇല്ല. 5 പോസ്റ്റ് ആയിരുന്നു ജസ്റ്റ് മിസ്സിന് എല്ലാ വളവിലും. പോവേണ് നിന്നെ നീ തന്നെ കാത്തോളണേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഫോണില് മെസ്സേജ്,
ആലപ്പുഴ, ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ കണ്ണ് കാണാൻ പറ്റാത്ത മഴയായിരിക്കുമെന്ന്. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നപ്പോ വെയില് നട്ടു തലയിലടിക്കണ വെയില്. വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കിന് മറ്റേ മഴയും വെള്ളപ്പൊക്കം. ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നല്ലോ, തീർന്ന തൽക്കാലം ഇങ്ങോട്ട് പോവാം. ഹൗ സമാധാനായി. ഒരു വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് അല്ലേ കാണുന്നത്. കുറച്ചു നേരം ഇനിയിപ്പോ അതിന്റെ പച്ചപ്പം പിടിച്ചു. എൻ്റെ ചേട്ടൻ ഒരു സൂപ്പർ ഹീറോ തന്നെ. ഇതൊക്കെ ഒരു അർജുൻ പഠിക്കണോ? അല്ല, ഞാൻ സ്കൂളിൽ നിർത്തി. ഓ, ജോബായിരിക്കും അല്ലേ? ബൈക്കൊക്കെ ഫിക്സ് ചെയ്യും. റിപ്പയർ ജോബ്സ്. ഓ, പാരന്റ്സ് ഒക്കെ നാടെവിടെയാ? ഇവിടെയൊക്കെ തന്നെ. ഭയങ്കര ഒരു ജീവനുള്ള പോലത്തെ സാധനമല്ലേ? എന്താ ഞാൻ പറയണ്ട പുറത്താക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ ബാംഗ്ലൂർ ഡേയ്സ് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടം. പക്ഷേ ഭയങ്കര ഹേറ്റേഴ്സ് ഉണ്ട് ആ പടത്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിഞ്ഞൂടാ അതെന്താന്ന്. ആ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഈ ഇടയ്ക്കുണ്ടല്ലോ, ഈ ഓരോ സിനിമ റിലേറ്റഡ് പേജസ് ഉണ്ടല്ലോ, അതിന്റെ അടിയിൽ ഈ ബാംഗ്ലൂർ ഡേയ്സിനെ പറ്റി പറയണ കേൾക്കണം. ഭയങ്കര ക്രിഞ്ചാണ്, ഭയങ്കര ശോകമാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹേറ്റേഴ്സ് ഉണ്ടാകും. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. പിന്നെ ഏറ്റവും കൂടുതൽ റെഡിറ്റിൽ ഇതിനകത്തൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ പടത്തിന് ഹേറ്റ് പറയണത്. എന്റെ അമ്മ, ഇതെന്ത് കിടിലം പടം എന്നറിയോ? മേയർ ഓഫ്. എനിക്ക് അഞ്ജലി മേനോന്റെ ഫിലിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. വേറെ ആവറേജ് ഞല്ലടാ, അങ്ങനെ അല്ലടാ. എനിക്കിത് ഭയങ്കര എബോ ആവറേജ് ഫിലിം ആയിരുന്നു ആ സമയത്ത്. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. കൂടെ പുള്ളിക്കാരുടെ പടമല്ലടാ, കൂടെ. അതെ അല്ലേ? എനിക്ക് അതും ആ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൂടെ. നൈസ് മൂവിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ ഫിലിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചലഞ്ച് 50 കിലോ വിത്ത് പാൻ 10 lakhs ഉൾപ്പെടുത്തി ആ 10 ലക്ഷം നിന്റെ വല്യമ്മ ഊഹിക്കാതല്ല ഉള്ളൂ. അത് അടുത്ത എന്താ വരാൻ പോണത്. என்னப்பா நீ? அவன் ஒரு தடவை தான் சொன்னான், நீ இத்தனை தடவை சொல்லிட்டே இருக்க. என்ன சொன்னோம்? சொன்னா என்ன செஞ்சிருவானா? இப்ப என்ன, அவனை தூக்கிடலாமா? നീ നിனைக்கிற மாதிரி இல்ல, അവൻ പെரிய ആൾ. ഏയ്, ഈ സീനല്ലേ എന്റെ അമ്മോ. നീ തൂക്കിട്ടിയാ? ஏய், விளையாடுறியா? எவ்வளவு பெரிய ஆளு அவனை போய். നീ തൂക്കിട്ടല്ല? അവനെ തൂക്കിട്ടല്ല? புரியல. சஸ்பென்ஸ் ஓடியே சார். അങ്ങനെയായത് இப்படி யாரு யாரா? ഇതേതോ ഡൈഹാർഡ് വിജയ് ഫാൻ ഉണ്ടാക്കിയതാണ് ഇത്. പക്ഷെ ഇത് കിടിലം പടമാണ് ഇത്. ഇതൊരു രക്ഷയില്ലാത്ത സാധനമാണ്. രോമാഞ്ചമായിരുന്നു. സബ് മിസ്സായ മെഹറൂബ് ബ്രോ എന്ന് മാത്രം പറഞ്ഞോളൂ, പറഞ്ഞില്ല സബ്ബായി ഇത് പറഞ്ഞത്. മെഹറൂബ് ബ്രോ താങ്ക് യു സോ മച്ച്. പെട്ടെന്ന് പറഞ്ഞപ്പോ വിട്ടുപോയതാ. താങ്ക് യു സോ മച്ച്. അവർ അവനെ വെല്ലുവിളിച്ചു, അവനെ നിശബ്ദരാക്കി. നമ്പർ 7. വിധി എഴുതാൻ വന്നവരോട് അവനൊരു കഥ പറഞ്ഞു. ഈ വോയിസ് മറ്റേ പുള്ളിയുടെ അല്ലടാ, മറ്റേ മഹാഭാരതം മറ്റേ അതെല്ലാം നമ്മളത് ഇടയ്ക്ക് ക്ലിപ്പ് കാണാറുള്ളേ. ഡബ് ചെയ്യണ ആ പുള്ളിയുടെ അല്ലേ? സൗണ്ടിന്റെ ബേസ് വെക്കട എന്റെ പോലെ തന്നെ അല്ലേ? അവരവനെ വെല്ലുവിളിച്ചു, അവരെ നിശബ്ദരാക്കി. നമ്പർ 7. വിധി എഴുതാൻ വന്നവരോട് അവനൊരു കഥ പറഞ്ഞു. കഠിനാധ്വാനത്തിന്റെ, വിയർപ്പിന്റെ, കണ്ണീരിന്റെ കഥ. അവർ അവനെ വെറും ഒരു കളിക്കാരനായി മാത്രം കണ്ടു. പക്ഷേ ചരിത്രം അവനായി മാറ്റിവെച്ചത് മറ്റൊരു സിംഹാസനമായിരുന്നു. അറ്റ്ലാന്റിക്കിന്റെ തീരത്തു നിന്നും ലോകം കീഴടക്കാൻ പുറപ്പെട്ട ഒരൊറ്റ പേര്. എടാ ഇത് കളിക്കണോടാ നമുക്ക്. ഞാനിത് കളിക്കുക. ഇത് അടുത്ത നമ്മുടെ ഈ 007 ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് TV യിലെ എല്ലാവന്മാരെ വിളിച്ച് ഇത് കളിക്കുവേ.
ഞാൻ ഈ ഗെയിം കളിക്കുക. ഇത് കിടുക്കാച്ചി സാധനമാണ് കേട്ടോ ഇത്. ഇതില് ഗോട്ട് കളിച്ചിട്ട് ആരുടെയും തെറിയൊക്കെ കേട്ട്. ആർക്കെങ്കിലും എന്റെ കാണാവടാ. വേറെ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 2 സബ് അഗൈൻ. ബാക്കി 3 പേരും ഒബ്വിയസ് സ്പോട്ടുകളാണ്. ബോബി ഒരിക്കലും ഒബ്വിയസ് സ്പോട്ടല്ല. ഇത് എന്താ സംഭവം വെച്ചാണ്ടല്ലോ, നമ്മള് ഹൈഡ് ചെയ്യാനും ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഹണ്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മൾ ഹൈഡ് ആവാൻ പോണ സമയത്ത് നമുക്ക് ഈ ഒരു റൂമിൽ എന്ത് പ്രോപ്പായിട്ട് വേണമെങ്കിലും ഒളിച്ചിരിക്കാം. അത് കണ്ടുപിടിക്കണം. നമ്മൾ ഈ കണ്ടുപിടിക്കാൻ വരുന്നവര് കണ്ടുപിടിക്കാത്ത രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോപ്പിനകത്ത് കയറി ഒളിച്ചിരിക്കാം. നമുക്ക് സ്വന്തമായിട്ട് ബോഡി പെയിന്റ് ചെയ്യാം. മറ്റേ ഓരോ കളേഴ്സ് എടുത്ത് ആ സർഫസ് എങ്ങനെയാണോ അതുപോലെ പോയി അവിടെ ഹൈഡ് ആയിട്ടിരിക്കണം. പ്രോപ്പ് ഫണ്ട് പോലത്തെ ഒരു സാധനം, മനസ്സിലായി? അതാണ് സാധനം. അതിന്റെ വേറൊരു സാധനം. അതിന്റെ വേറൊരു സാധനമാണിത്. കരോളടി എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ ഒരു സെറ്റപ്പ് നടത്തും. പഴയ വീഡിയോ ഇത് കണ്ടതാ. 3 മിനിറ്റ്. എടാ ഇതാണോ മറ്റേ പിള്ളേര് ചെയ്ത ട്രാക്ക്? ഇതാണോ അത്? രണ്ടുപേര് അതോ ഇത് മറ്റേ ഒഫീഷ്യൽ സോങ് ആണോ? ഏടാ ഇത് സ്പീഡിന്റെ പാട്ടാണോ അത്? അതോ സ്പീഡിന്റെ പാട്ടാണോ ഇത്? ആ സ്പീഡിന്റെ പാട്ടല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഫിഫയുടെ വീഡിയോ ഒക്കെ വരുമ്പോ കട്ട് ചെയ്തിടാം. മലയാളി ഫാൻസ് കട്ട് ചെയ്തിടാം. വലിയ ഇത് എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. സിങ്കുണ്ട്. പക്ഷെ അത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ധു ആണ് ആദരവ് അറിയിപ്പിച്ചുകൊണ്ട് പൂക്കളം ഇട്ടവർക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിലും ഇങ്ങനെ ചെയ്യാൻ അവർ കാണിച്ച ധൈര്യം. ഹാറ്റ്സ് ഓഫ് ഗിവിംഗ് ട്രിബ്യൂട്ട് ഫോർ അവർ കൺട്രി ആൻഡ് അവർ ആർമി. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും ഏതോ പാർട്ടിയുടെ വകയാണെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. ഓ ഇതിനകത്ത് ചെയ്തതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓപ്പറേഷൻ ആ മനസ്സിലായി. ഹാപ്പി ബർത്ത്ഡേ. അണ്ണന്റെ സാധനം ഉണ്ട് ലാസ്റ്റ്. നീ പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഗെയിം കൊള്ളാം കൊള്ളാം. ഇത് കണ്ടിട്ട് ഇറക്കിയാൻ തോന്നി. ഇത് കണ്ടിട്ടുണ്ടല്ലോ എന്റെ സ്റ്റോറിൽ എന്തോ മെൻഷൻ ചെയ്തത്. മൊബൈലിലാണോ ചെയ്യണ ഇതൊക്കെ? വീഡിയോ മിസ് ചെയ്യാൻ നോക്കണം. ഇതാണ് വേൾഡ് കപ്പ് നേടിയ ഫോട്ടോന്റെ താഴത്ത് കമന്റ് ഇട്ടിരിക്കുന്ന ആരൊക്കെയാണെന്നറിയോ? ഫേസ്ബുക്കിന്റെ ഒഫീഷ്യൽ പേജ്, യൂട്യൂബിന്റെ ഒഫീഷ്യൽ പേജ്, വേൾഡിലെ എല്ലാ ഫുട്ബോൾ ലെജൻഡ്സും അദ്ദേഹത്തിന്റെ താഴത്ത് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ച വീഡിയോ എന്ന് പറയുന്നത് 2014 അർജന്റീനയും ജർമ്മനിയും ഫൈനലിൽ വന്നപ്പോ എക്സ്ട്രാ ടൈമിൽ 118ാമത്തെ മിനിറ്റിൽ അർജന്റീന ആരാധകരുടെയും മെസ്സിയുടെയും ഹൃദയം തകർത്തുകൊണ്ട് ഗോളടിച്ച മരിയോ ഗോഡ്സെ. ആ ഗോഡ്സെ ഇന്നലെ ലൈവ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫൈനലിൽ മെസ്സി ഗോളടിച്ചപ്പോഴും അർജന്റീനയ്ക്ക് വേണ്ടി ആ ഫൈനൽ പെനാൽറ്റി എടുത്തപ്പോൾ അയാളും മകനോട് തുള്ളിച്ചാടാണ്. അയാൾ പറയുന്നു, മെസ്സി നീ ഇത് പണ്ടേ അർഹിച്ചിരുന്നു. എങ്ങനെയാണ് ശത്രുക്കൾ പോലും സ്നേഹിക്കുന്ന രീതിയിൽ ഒരാൾക്ക് വളരാൻ പറ്റുക?
മെസ്സി ഫാൻസ് സന്തോഷമായ, മെസ്സി ഫാൻസ് സന്തോഷമായ. The real goat അത്. നിങ്ങൾക്ക് ഇത് ഏതാ? ഇത് ഫൈറ്റ് ക്ലബോ? ഏതായത്? ക്ലബ് ഒബ്സഷൻ കണ്ടായിരുന്നാ? ഇല്ലടാ കണ്ടില്ല. OTT വന്നോടാ അത്? ഇല്ലല്ല, തിയേറ്ററിലാണ്. തിയേറ്ററിലല്ലാന്നുള്ളൂ. ഞാൻ പോയി കണ്ടില്ല, പോയി കാണണം. കുഞ്ഞുള്ളതുകൊണ്ട് അവരെ കൊണ്ട് ഒരുമിച്ച് പോകാൻ പറ്റൂലല്ലോ. ഭയങ്കര ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. നിങ്ങളൊക്കെ കണ്ടോ ഒബ്സഷൻ? ഭയങ്കര കിടിലമാണ്. നമുക്കൊന്നിച്ച് പോവാം. എടാ നീ എവിടെയെങ്കിലും പോടാ, നീ ആരുടെയും കൂടെ പോടാ. നീ നിന്റെ പിന്നെ പടം കാണാൻ നീ മറ്റേ വളകത്ത് കിടക്കണം. നിന്നെ ഞാൻ ഇനി വണ്ടി കിട്ടി എറണാകുളത്ത് കൊണ്ടുവരണോ? എനിക്ക് കുഴപ്പമുണ്ട്. എനിക്ക് എന്റെ കാര്യത്തിൽ ഞാൻ പൊക്കോളാം. നീ എന്തിനാ വരുന്നത് എന്റെ കൂടെ? നമുക്കൊന്നിച്ച് പോകാലോ. നിന്റെ ഞാൻ വില ഞാൻ പറഞ്ഞാൽ കൂടി പോകും. നമ്മളിന്ന് മലയാള ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് ഡയറക്ടറുടെ ഒരു ഫുൾ സിമുലേറ്റർ സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. നമുക്ക് അവിടെ എത്തിയിട്ട് എക്സൈറ്റ് ചെയ്യാം. ഓ എവിടെ ഞാൻ പറഞ്ഞില്ലേ മോസ് കിടിലുമാണ്. ഞാൻ നിങ്ങളത് പറഞ്ഞില്ലേ മോസ് അടിപൊളിയല്ലേ. ബോസ് എടുത്തോ, നിങ്ങൾ കണ്ടുപൂട്ടി ബോസ് എടുത്തോ. കിടില സാധനമാ. ഞാൻ ഇവരുടെ അടുത്ത് നിന്നായിരിക്കും മോസ്റ്റ്ലി ഞാൻ എന്റെ ഇവിടത്തേക്കുള്ള ഞാൻ ഇവിടത്തേക്ക് ചെറിയൊരു ഇവരുടെ അലൂമിനിയം ഫ്രെയിംസിൽ ഞാനൊരു ചെറിയൊരു ബക്കറ്റ് സീറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ് ഇവിടത്തേക്ക്. അപ്പം ഇനി നമുക്ക് വേണേ പുള്ളിയെ കോൺവോയിലാടി ഒരുമിച്ച് കളിക്കായിരുന്നല്ലേ. ഞാൻ മെസ്സേജ് നോക്കട്ടെ. നമുക്ക് വൈകുന്നേരം ഒരുമിച്ച് കളിക്കാന്ന് പറയാം. വൈകുന്നേരം ഒരുമിച്ച് കളിക്കായിരുന്നു. ഞാൻ വിളിച്ചോളാം. മീനാച്ചർ വിളിച്ചെന്ന് പറയാം. എന്താ മീനച്ചാർ വിളിച്ചെന്നാ? എന്താ പറഞ്ഞേ? മാനേജർ Gonna try something ballsy. I'm gonna get found. I gotta hurry up. Moose has a crazy spot. The other moose. I'm in the top 2. To be fair, they're both. Oh my god. Top 1. Oh my god. Come on. There you go. Please, I need this win. I need this dub. 10 seconds, give him a whistle. Hang on. പോലെ ഞാനൊക്കെ പുഷ്പം പോലെ കണ്ടുപിടിക്കില്ലായിരുന്നു. അയ്യോ ഇത് കളിക്കണം കേട്ടോ, ഇത് കളിക്കണം. ഏത് ഓർഗടാ? ഏത് ഫ്ലാറ്റ്? ഏത് ഓർഗ്? MR സെറ്റ് എന്നൊരു ഓർഗില്ല. ഈഗിളും ടീമും കളിച്ച് അവരെ പണ്ടത്തെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി MR സെറ്റ് എന്നല്ല. രാജാവിന് വഴിയൊരുക്കും. എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഒരു ഗെയിമിംഗ് മീറ്റ് ആയിരുന്നു കഴിച്ചത്. എന്റെ അമ്മോ എന്ത് രസമായിരുന്നു അറിയാം ആ സമയത്ത്. ഞാൻ ആ ക്യാമറ ഒക്കെ എടുത്ത സമയം എന്റെ മോന്റെ എല്ലാരും നോയ്സി, രഞ്ജിച്ചേട്ടന്, ഡ്രീമർ, വെനം, ഡിങ്കൻ, നോയ്സി ബോയ്, റസിൻ. ഇത് ടോണിയാ. ടോണി അതെ പേരാലോചിച്ചോണ്ടിരുന്നത്. ഇത് ആരായിരുന്നു ഓർക്കണില്ലേ ഞാൻ. അതാണോ ടോണി? അപ്പൊ ഇതാര ബി? ഇത് ബിയാ. ഇതാ ബി. ഇത് MRC ബിയും ഇത് ടോണിയാന്ന് തോന്നുന്നു. ഇത് ടോണി തന്നെയാണോന്ന് എനിക്ക് സംശയമുണ്ടേ. ബോസ്റ്റനെ പറഞ്ഞില്ല. ബോസ്റ്റന്റെ തൊപ്പി വന്നില്ല കഴിച്ച്. ഈ മീറ്റപ്പിന് തൊപ്പി ഇല്ലായിരുന്നു. പക്ഷെ ഈ വ്ളോഗിൽ നമ്മൾ തൊപ്പിയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തൊപ്പി MRCയിലുണ്ട്, പക്ഷെ മീറ്റപ്പിന് വന്നില്ല. മനസ്സിലായ? ഇതെന്താ? Can this PC run Minecraft? ഇത് PC ആണോ ഇത്? എന്റെ അമ്മ
ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കൂടാ? മോണിറ്റർ അവിടെ വെക്കും. ഒരു റൂം വേണം ഇതിനൊക്കെ. എനിക്ക് ഇങ്ങനത്തെ കേസൊന്നും ഇഷ്ടമല്ലടാ, സത്യം പറയാലോ. എനിക്ക് ഇങ്ങനത്തെ കേസൊന്നും ഇഷ്ടമല്ല, സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ല, സത്യം പറഞ്ഞ. ഇങ്ങനത്തെ കേസുകൾ ഇഷ്ടമല്ല. കേസ് സിമ്പിള് ആണോ? ഓർക്കുന്നില്ല രോമാഞ്ചം. ഏത് കളിയാ? ഇന്ത്യ 29 runs from 10 balls. ഇന്ത്യ പാകിസ്ഥാൻ വാർ, ദ റിയൽ വാർ. എടാ ഇതിലല്ലേടാ കോഹ്ലിയുടെ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് ഷോട്ട് ഉള്ളത്? അത് ഈ കളിയിലല്ലേ? ഈ കളിയിലാണെന്ന് തോന്നുന്നേ. ഈ കളിയിലല്ലേ അത്? ശരിക്കും എടാ പണ്ട കളികളെന്ന് വെച്ചാൽ വാർ നടക്കൂല, ശരിക്കുള്ള യുദ്ധം. അതായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ പപ്പയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭയങ്കര ഇന്റൻസിറ്റിയിൽ ഇരുന്ന് കാണുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ അമ്മോ. എന്റെ അമ്മോ. പാകിസ്ഥാനായിട്ട് വരുമ്പോ പ്രത്യേകിച്ച് ഭയങ്കര അഗ്രഷൻ കാണിക്കും കോഹ്ലി. ഫീൽഡിലും ഇനി എന്തിനു വന്നാലും കോഹ്ലി കാണിക്കുന്ന ഒരു അഗ്രഷൻ ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അറിയത്തില്ല. ആ കോഹ്ലി ഭയങ്കര അഗ്രഷൻ. കോഹ്ലി മാത്രല്ല, ഒരു കളിയൊക്കെ തോറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചൊക്കെ വന്നു കഴിയുമ്പോ ഇന്ത്യ കാണിക്കുന്ന ഒരു അഗ്രഷൻ ഉണ്ട്. എന്റെ അമ്മോ. കിടില വീഡിയോടാ, എന്ത് രസമല്ലേ. ഞാൻ ഓർത്ത് എന്റെ കണ്ണ് കുറച്ചു മുമ്പ് പറഞ്ഞോളൂ, എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ലെന്ന്. ഞാൻ ഓർത്ത് എനിക്ക് മാത്രം കാണുന്നില്ലെന്ന് പറഞ്ഞ് എത്തിയൊക്കെ നോക്കിയതാ ഞാൻ. കണ്ടില്ലേ? നീയൊക്കെ പുലിയെ കണ്ടില്ലേ? എല്ലാരും കണ്ട? നിങ്ങളൊക്കെ പുലിയെ കണ്ടിട്ടില്ലേ? കാണാം, ഇത് കാണാം, കുറച്ച് കാണാം. പുലിയെ മൊത്തം നീ എല്ലാം പുലിയെ കണ്ടു പോയാൽ മതി. പുലിയാട്ടം. ഈ വീഡിയോ ഇട്ടവനെ കണ്ടുപിടിച്ചിട്ട് ഇവനെ ഒരു ദിവസം ഫുള്ള് കരിമ്പുലിയെ കാണിച്ചു കൊടുക്കണമായിരിക്കും. നെഗറ്റീവ് ഒന്നും അല്ലടാ, അവൻ ഔട്ട്ലൈൻ എന്തോ മാത്രം വരച്ചതാ. ഇത് നെഗറ്റീവ് തന്നെയാണോ? നെഗറ്റീവ് ആട്ടല്ലേ? ആ ശരി നെഗറ്റീവ് ആട്ട. ആ മേളത്തെ അത് കണ്ടാ മനസ്സിലായി, നെഗറ്റീവ് ആട്ട. കൊള്ളാം ബ്രോ, അടിപൊളി. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മള് ലെറ്റ്സ് ഗോ. ഓൾ ദി ബെസ്റ്റ് സലാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ. ഒന്നുകൂടെ പറയാം എല്ലായിടത്തും, എന്റെയും വിജയണ്ണന്റെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്, ജൂൺ 22. എല്ലാരും സ്റ്റോറി ഇടണം, വിഷ് ചെയ്യണം. ഇല്ല അതിന് താല്പര്യമില്ല. സ്റ്റോറി ഇട്ടാ മതി. സ്റ്റോറി ഇടണം, വിഷ് ചെയ്യണം. നല്ല ഫോട്ടോകളൊക്കെ സ്റ്റോറി ഇടുക. പഴയ അപരാധം ഒന്നും പൊക്കിക്കൊണ്ട് വരാതെ നല്ല 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 സ്റ്റോറികളൊക്കെ എടുത്തിടുക. മെൻഷൻ ചെയ്യുക, വിഷ് ചെയ്യുക. സന്തോഷം മാത്രം. പിന്നെ സർപ്രൈസ് ആയിട്ട് നീ എവിടെ വേറെ എവിടെയെങ്കിലും പോയാൽ മതി, എന്റെ അടുത്തോട്ട് വരണം. ഞാൻ ബർത്ത്ഡേ ഇടുന്ന എവിടാന്ന് പോലും ആരുടെ ഞാൻ പറയത്തില്ല, മനസ്സിലായോ? ഞാൻ 2 ദിവസം മുമ്പ്
ഇല്ല 2 ദിവസം മുമ്പ് നീ ഇവിടെ വന്ന ഈ മുട്ടുകാലിയും തല്ലി ഒടിക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. So guys, അപ്പൊ എല്ലാവർക്കും പക്ഷേ ഗൈസ് ഒരു പ്രശ്നമുണ്ട്. നമ്മള് ഇന്നലെ ഇതിനകത്ത് എവിടെയായിരുന്നു